ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1203 ദിവസമായ ഇന്ന് 2024 ആഗസ്റ്റ് മാസം 30 വെള്ളിയാഴ്ച. 1200 ആണ്ട് ചിങ്ങമാസം 14 ഗുരുവചനങ്ങളിലൂടെ ഭക്തിയും അഹങ്കാരവും ഒന്നിച്ചിരിക്കുകയില്ല. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ 366 മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ അഹങ്കാരവും ഭക്തിയും എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ഒരു സംഭാഷണത്തിൽ നിന്ന്. അച്യുതൻ. സംസ്കൃത കവികൾ പ്രായേണ അഹങ്കാരികളാണ്. ഗുരു. കാളിദാസൻ അഹങ്കാരിയാണോ? അച്യുതൻ. അല്ല, നീലകണ്ഠ ദീക്ഷിതനും വിനീതനാണ്. ഗുരുദേവൻ. നീലകണ്ഠ ദീക്ഷിതൻ ഒരു തമിഴനാണ്. തമിഴർക്ക് ഭക്തി കൂടും. ഭക്തിയും അഹങ്കാരവും ഒന്നിച്ചിരിക്കുകയില്ല. അഹങ്കാരത്തിൻ്റെ വേരുണ്ടായാൽ അത് എളുപ്പം ചുരണ്ടിക്കളയാനാവുകയില്ല. മൗനം കൊണ്ടും ബഹളം കൊണ്ടും അതില്ലാതാവുകയില്ല. അത് മാറണമെങ്കിൽ ഞാൻ മാറുക തന്നെ വേണം. എന്ന് പറഞ്ഞാൽ ഞാൻ പുതിയൊരു ഞാനായി തീരണം. എന്നിലിരിക്കുന്ന ഞാൻ എന്ന ഭാവത്തിൻ്റെ സർവ അലങ്കാരങ്ങളും അഴിഞ്ഞു വീഴുമ്പോഴാണ് ഞാൻ അഹങ്കാരമില്ലാത്ത ഒരു മനുഷ്യനായിത്തീരുന്നത്. അഹങ്കാരിയായ ഒരാളെ ആപത്തിൽ പോലും മറ്റൊരാൾ സഹായിക്കുകയില്ല. മനുഷ്യനിലെ ദൈവാംശത്തെ നിന്ദിക്കുന്നവനാണ് അഹങ്കാരി. എന്നാൽ ഒരു ഭക്തൻ ആ ദൈവാംശത്തെ ഏറ്റവും വിനീതനായി സ്തുതിക്കുന്നവനാണ്. അവൻ്റെ അധരം ഈശ്വരനാമം ഉരുവിടുകയും ഹൃദയം ഈശ്വരഹിതം പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. ഭക്തൻ്റെ വാക്കും വിചാരവും മനസ്സും ചിന്തയും കർമ്മവും ഈശ്വരസേവയ്ക്കായുള്ളതാണ്. എല്ലാ മഹാത്മാക്കളുടെയും ജീവിതം നോക്കിയാൽ ഇത് മനസ്സിലാവും. ഇതെല്ലാം സ്വയം സേവയ്ക്കായുള്ളതാണ്. ഇരുളും വെളിച്ചവും ഒന്നിച്ചിരിക്കാത്തതുപോലെ, വെള്ളവും വായുവും ഒന്നിക്കാത്തതുപോലെ, ഭക്തിയും അഹങ്കാരവും ഒന്നിച്ചിരിക്കുകയില്ല. ഒന്നിപ്പിക്കാനാവുകയുമില്ല. അഹങ്കാരമുള്ളവൻ്റെ നടപ്പ് അഗ്നിക്ക് മീതെയും ഭക്തൻ്റെ നടപ്പ് ജലത്തിനു മീതെയുമാണ്. അഹങ്കാരിയുടെ മനസ്സ് തപിക്കുമ്പോൾ ഭക്തൻ്റെ മനസ്സ് തണുക്കുന്നു. അതിനാൽ സദാചാരങ്ങളാലും ഈശ്വരചിന്തകളാലും അഹങ്കാരത്തെ വർജിക്കണം. നമ്മളെ ജനനം മുതൽ മരണം വരെ താങ്ങുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്കും താങ്ങായി തീരേണ്ടതാണെന്ന വിചാരം ശക്തിപ്പെടുത്തിയാൽ അഹങ്കാരത്തിൻ്റെ കട്ടി കുറഞ്ഞു വരും. ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.